കുട്ടോത്ത് അട്ടക്കുണ്ട് കടവ് റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് കുറ്റ്യാടി എംഎൽഎയും മണിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതായി റോഡ് വികസന കർമ്മസമിതി പ്രവർത്തകർ വടകരയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 10 മീറ്ററിലെ റോഡ് വികസനത്തിന് സർക്കാർ ഉത്തരവിറക്കിയിട്ടില്ല. അത്തരമൊരു ഉത്തരവുണ്ടെന്ന് എംഎൽഎയും പഞ്ചായത്ത് പ്രസിഡന്റും തെളിയിച്ചാൽ പരസ്യമായി ജനങ്ങളോട് മാപ്പ് പറയുമെന്നും കർമ്മസമിതിയുടെ പ്രവർത്തനം നിർത്തുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. 2021 ഫെബ്രുവരിയിൽ സർക്കാർ ഇറക്കിയ ഉത്തരവ് 12 മീറ്ററിൽ റോഡ് വികസിപ്പിക്കണമെന്നാണ്. ഇത് നടപ്പാക്കണമെന്നാണ് കർമ്മസമിതിയുടെ ആവശ്യം. നിയമവിരുദ്ധമായി ഇത് 10 മീറ്ററാക്കി കുറയ്ക്കുന്നതിനെതിരെയാണ് കർമ്മസമിതി ഹൈക്കോടതി സമീപിച്ചത്. തുടർ നടപടികൾ നിർത്തിവെക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടിട്ടും കോടതി ഉത്തരവിനെ തെറ്റായി വ്യാഖ്യാനിച്ച് 10 മീറ്ററിൽ അതിർത്തി കല്ലിടാൻ ശ്രമം നടന്നപ്പോൾ കർമ്മസമിതി അത് തടഞ്ഞു. തുടർന്ന് പോലീസ് സംരക്ഷണത്തിൽ കല്ലിടാൻ കളക്ടർ അനുമതി നൽകി. ഇത് കോടതി വിധിയുടെ ലംഘനമാണെന്നും കോടതി അലക്ഷ്യ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെന്നും കർമ്മസമിതി ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ കൺവീനർ ടി ഷിജു, ബിജിത്ലാൽ തെക്കേടത്ത്, ബാബു മുതുവീട്ടിൽ, ടി പി പവിത്രൻ, ശ്രീധരൻ തുളസി എന്നിവർ പങ്കെടുത്തു. കുട്ടോത്ത് അട്ടക്കുണ്ട് കടവ് റോഡ് വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറ്റ്യാടി എംഎൽഎയും മണിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും വ്യാജ വാർത്തകൾ അല്ലെങ്കിൽ കള്ളം പ്രചരിപ്പിക്കുന്നതുകൊണ്ടാണ് അത്തരം പത്രവാർത്തകളും നിരവധി പൊതുയോഗങ്ങളിലും ഇത്തരത്തിലേക്ക് കള്ളപ്രചരണങ്ങൾ നടത്തുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇത്തരത്തിലുള്ള ഒരു പത്രസമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം മണിയൂരിൽ നടന്ന പൊതുപരിപാടിയിലടക്കം പാലിയാട് നടയിൽ നടന്ന ദേശീയ വായനശാലയുടെ ഉദ്ഘാടന ചടങ്ങിലടക്കം എംഎൽഎ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു ഉദ്ഘാടന ചടങ്ങിൽ പൊതുപരിപാടിയിലടക്കം അദ്ദേഹം ആക്ഷൻ കമ്മിറ്റിക്ക് എതിരായിട്ട് വലിയ ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയും കളവ് പ്രചരിപ്പിക്കുകയും ചെയ്തു. ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട കുറ്റ്യാടി എംഎൽഎയോട് മണിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനോട് വിനയാന്വിതമായി ചോദിക്കാനുള്ളത്, കുട്ടോത്ത് അട്ടക്കുണ്ട് കടവ് റോഡിന്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 10/2/2021 ഗവൺമെന്റ് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. 12 മീറ്ററിൽ ഈ റോഡ് വികസിപ്പിക്കണമെന്നും വളവുകളിൽ 15 മീറ്ററും എന്ന നിലയിലേക്കാണ് ആ ഉത്തരവ് നിലനിൽക്കുന്നത്. അത് ഗവൺമെന്റിന്റെ ഉത്തരവാണ്. കുഞ്ഞമ്മദ് മാസ്റ്ററും പഞ്ചായത്ത് പ്രസിഡന്റും പ്രതികരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് പുറത്തിറക്കിയിട്ടുള്ള ഒരു ഉത്തരവാണ്. എന്നാൽ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, 10 മീറ്ററിൽ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ഉത്തരവുണ്ടെങ്കിൽ ബഹുമാന്യനായ എംഎൽഎ, പഞ്ചായത്ത് പ്രസിഡന്റ് മാധ്യമങ്ങൾ മുമ്പാകെ, ബഹുജനങ്ങൾ മുമ്പാകെ പുറത്തുവിടാൻ തയ്യാറാവണം. ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച് കേസ് നടന്നപ്പോൾ അതിനകത്തൊരു വിധി വന്നു. വിധിയുമായി ബന്ധപ്പെട്ട് കോടതിയുടെ സാങ്കേതിക പദങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ആക്ഷൻ കമ്മിറ്റിയുടെ വാദങ്ങൾ തള്ളിക്കളഞ്ഞു എന്ന രീതിയിലേക്കാണ് പ്രചരണം നടത്തുന്നത്. ആക്ഷൻ കമ്മിറ്റി 15 മീറ്ററിന് വേണ്ടി 18 മീറ്ററിന് വേണ്ടി വാശി പിടിക്കുന്നു. അതാണ് റോഡ് വികസനത്തിന് തടസ്സമാവുന്നത് എന്നാണ് എംഎൽഎ പറയുന്നത്. നിരവധി പ്രോസസ്സുകളിലൂടെ ഫോർമൽ നോട്ടിഫിക്കേഷൻ, ലെവൻമെന്റ് നോട്ടിഫിക്കേഷൻ ഉൾപ്പെടെ ഗവൺമെന്റിന്റെ നിരവധി പ്രോസസ്സുകളിലൂടെ ആണ് 12 മീറ്ററിൽ 10/2/2021 ഗവൺമെന്റ് ഒരു ഉത്തരവിറക്കിയിട്ടുള്ളത്. ഈ ഉത്തരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിർത്തി കല്ലുകൾ സ്ഥാപിച്ചു. ആ അതിർത്തി കല്ലുകൾ പിഴുതുമാറ്റി 10 മീറ്ററിലേക്ക് സ്ഥാപിക്കുകയാണ് ചെയ്തത്. ഒരു ഉത്തരവിന്റെയും പിൻബലമില്ലാതെയാണ്.